ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവത്താൽ അനുഗ്രഹീതരും ക്രിസ്തുവിൽ ധന്യരുമായ പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യം കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റുന്നുകൂടെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നിമിത്തം നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്ന ധൈര്യം, ബലം, ജീവിക്കാനുള്ള പ്രേരണ, സമാധാനം, സ്വസ്ഥത, സന്തോഷം, ആത്മീയത, ഇതെല്ലാം എണ്ണി എണ്ണി പറഞ്ഞാൽ തീരുന്നതല്ല. അത്രയ്ക്ക് ദൈവികമായിരിക്കുന്ന കരുതൽ അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് നന്മയും അനുഗ്രഹവും വീണ്ടും വീണ്ടും പകരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അനുദിന ചിന്തയ്ക്ക് ആധാരമായി ഇന്ന് 2 വാക്യങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. 2 വാക്യങ്ങളെ ചേർത്തിണക്കി ഒരാത്മീക സന്ദേശം നാം അറിയേണ്ടത്, നാം അറിഞ്ഞിരിക്കേണ്ടത് പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആദ്യത്തെ വാക്യം കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിന്നാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 2-ാം വാക്യം. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ, ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൻ്റെ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. എല്ലാവരും വായിക്കുന്ന ക്രിസ്തുവിൻ്റെ പത്രം നിങ്ങളത്രേ. 2-ാമത്തെ വാക്യം കൊലോസ് ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യമാണ്. കൊലോസ് ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയിലെ സകല വിശ്വാസികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരോടായിട്ട് പറയുന്നു, സകല മനുഷ്യരും വായിച്ചറിയുന്ന ക്രിസ്തുവിൻ്റെ പത്രമാണ് നിങ്ങൾ. നിങ്ങളത് വായിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പൗലോസ് പറയുന്നു, വിശ്വാസി രക്ഷിക്കപ്പെട്ട് കർത്താവിനെ വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ ആളുകളായി ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ, അവരെയാണ് രക്ഷിക്കപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ടവർ, ദൈവമക്കൾ എന്നൊക്കെ വിളിക്കപ്പെടുന്നത് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ അവർ ഈ ലോകത്തിൽ മറ്റുള്ളവർ വായിക്കുന്ന പത്രമാണ്. ഈ ലോകത്തിൻ്റെ വാർത്തകളെല്ലാം എല്ലാ ദിവസവും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് അത് പ്രിൻ്റ് ചെയ്ത് രാവിലെ, ഇന്ന് പ്രിൻ്റ് മീഡിയയുടെ കാലഘട്ടം മാറി ഇന്നെല്ലാം ദൃശ്യമാധ്യമ സംസ്കാരത്തിലേക്കും ആ ഒരു മീഡിയ യുഗത്തിലേക്കും വന്നിരിക്കുന്നത് കൊണ്ടെല്ലാം വിരൽത്തുമ്പിലാണ്. ഇന്ന് വായിക്കുന്നവർ ചുരുക്കം. വായിക്കുന്നതെന്ന് പറഞ്ഞാൽ പത്രങ്ങളും പുസ്തകങ്ങളും ഹാർഡ് കോപ്പി ആയിട്ട് പുറത്തേക്ക് വരുന്നത് ചുരുങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാം വേറൊരു രീതിയിലേക്ക് മാറുന്നൊരു കാലമാണല്ലോ. എങ്കിലും ന്യൂസ് പേപ്പറുകൾ ഒക്കെ നമുക്ക് വളരെ പരിചിതമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ദേശീയവും അന്തർദേശീയവുമായിരിക്കുന്ന വാർത്തകൾ, മനുഷ്യനറിയേണ്ട കാര്യങ്ങൾ, അതെല്ലാം കളക്ട് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ കളക്ട് ചെയ്ത് എല്ലാ ദിവസവും പ്രഭാതമാകുമ്പോഴേക്കും നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ട് പ്രിൻ്റ് ചെയ്തിട്ട് തരുന്നതാണ് ഈ പത്രം, ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ആളുകൾ വായിക്കാൻ വേണ്ടി. രാവിലെ ചിലർക്കത് വായിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ലോകക്കാർ ന്യൂസ്, ലോകത്തിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പത്രം പ്രിൻ്റ് ചെയ്യുന്നത്. ഇതുപോലെ ദൈവിക കാര്യങ്ങൾ, സ്വർഗീയ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ഭാവികാല പരിപാടികൾ, ഇതെല്ലാം ലോകക്കാർ വായിക്കുന്ന ഒരു മീഡിയ ആണ് രക്ഷിക്കപ്പെട്ടവരായ ദൈവത്തിൻ്റെ മക്കൾ. ഞാനും നിങ്ങളൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാട്ടോ. വായിക്കുന്ന പത്രം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ ശുശ്രൂഷക ഗണത്തിൽപ്പെട്ടവനായ, അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത് ഞങ്ങളുടെ പ്രിയ സഹഭൃത്യൻ എന്നെഴുതിയത്. ഇപ്പോൾ കുറച്ചുകൂടെ വിശ്വാസികളുടെ ലെവലിൽ നിന്ന് ശുശ്രൂഷകരുടെ ലെവലിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനിൽ നിന്ന് വായിച്ചെന്നല്ല പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു
ആത്മീയതയിലെ ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ആത്മീയതയിൽ പക്വത വന്ന ഒരു ദൈവദാസൻ അവരിൽ വായിച്ചിട്ട് ചുരുട്ടിക്കൂട്ടി കളയുകയല്ല, അവരിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ കൊരിന്തി ലേഖനത്തിൽ ന്യൂസ് പേപ്പർ പോലെയും കൊലോസ് ലേഖനത്തിൽ ടെക്സ്റ്റ് ബുക്ക് പോലെയാണ്. പഠിക്കാൻ, ചിലരിൽ നിന്ന് പഠിക്കാൻ, ചിലരെ വായിക്കാൻ. എന്താണെങ്കിലും ഞാൻ ഇന്നത്തെ തലക്കെട്ട് 2 വാക്യങ്ങളെ ചേർത്ത് ഇണക്കി കൊടുത്തിരിക്കുന്നത് വായിക്കാനും പഠിക്കാനും ഉള്ളവരെന്നാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമല്ലോ. ഒരുപാട് പേർക്ക് നമ്മളിൽ നിന്ന് പലതും വായിച്ചെടുക്കാനുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണം. നമ്മളറിയാതെ ഇവിടെ ലോകം നമ്മളെ വായിക്കുന്നുണ്ട്. നമ്മളെ പരിചയമുള്ളവരോ അയൽവക്കക്കാരോ കൂടെ ജോലി ചെയ്യുന്നവരോ മാത്രമല്ല. ഇവിടുന്ന് ബാംഗ്ലൂർ വരെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ ട്രെയിനിൽ, ആ ബോഗിയിൽ നിങ്ങളിരിക്കുന്ന ക്യാബിനകത്ത് പലരും കണ്ടേക്കാം. ആ സമയം കൊണ്ട് മിണ്ടിയും പറഞ്ഞൊന്നുമില്ല, ഫോൺ നമ്പറും മേടിച്ചില്ല. ചിലപ്പോൾ ചോദിച്ചു കാണും, എങ്ങോട്ടാണ് പോകുന്നത്? ബാംഗ്ലൂർ വരെ. എവിടെ? ഇത്രയൊക്കെ ചോദിച്ചു കാണുള്ളൂ. പക്ഷേ നമ്മുടെ മുമ്പിലിരിക്കുന്നവർ നമ്മളെ വായിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ചേഷ്ടകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ രീതികൾ, നമ്മുടെ ഫോൺ ചെയ്യൽ, നമ്മുടെ മുഖത്ത് മാറി മറിഞ്ഞ് വരുന്ന ഭാവഭേദങ്ങൾ, നമ്മുടെ കൊഞ്ചിക്കുഴയലുകൾ, ഇതെല്ലാം ആളുകൾ വായിക്കുക. ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അവർ നമ്മളെ വായിക്കുക. വായിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. പക്ഷെ അവർ എന്തായിരിക്കും നമ്മളിന്ന് വായിച്ചെടുക്കുന്നത് എന്ന കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ചോളണം. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സ്നേഹിതർ, മേലുദ്യോഗസ്ഥന്മാർ, കീഴുദ്യോഗസ്ഥന്മാർ എല്ലാവരും നമ്മളെ വായിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ വേണം നമ്മൾ ജീവിക്കാൻ. മറ്റുള്ളവർ നമ്മളെ വായിക്കുന്നുണ്ട്. എനിക്ക് വായിക്കുന്നതിനേക്കാൾ, ഞാനതിങ്ങനെ ആശയപരമായി പറയാം കേട്ടോ, അങ്ങനെ അല്ല എന്ന് പറയുന്നത്, വായിക്കുന്നതിനേക്കാൾ എനിക്ക് 2-ാമത്തെ കൊലോസ് ലേഖനത്തിലെ കാര്യമാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ചിലരെ വായിക്കാനേ ഉള്ളൂ. വായിക്കുന്നതെല്ലാം നമുക്ക് ഗുണമുള്ളതായിരിക്കണമെന്നോ വായിക്കുന്നതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. എന്നാൽ പഠിക്കുക എന്നൊരു വാക്ക് എപ്പഫ്രാസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അവനിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ടെക്സ്റ്റ് ബുക്കാണ്, പഠിക്കാനുള്ള പുസ്തകം. പഠിക്കാനുള്ള പുസ്തകങ്ങളാണ് നമ്മളെ ഇത്ര വലുതാക്കിയത്. ശരിയല്ലേ? ന്യൂസ് പേപ്പറുകൾ നമുക്കെന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എല്ലാ ദിവസവും വാർത്തകൾ, ന്യൂസുകൾ, പരസ്യങ്ങൾ ഒക്കെ വായിക്കുന്ന ആളുകൾ, അത് ഒരറിവൊക്കെ നമുക്ക് കിട്ടും. ശരിയാണ്. പക്ഷേ LKG ക്ലാസ് മുതൽ പഠിച്ച, നേഴ്സറി സ്കൂളുകൾ മുതൽ പഠിച്ച, അംഗൻവാടി മുതൽ പഠിച്ച ആ കാലഘട്ടത്തിലെ കൊച്ചു പുസ്തകം എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെയും കാക്കയുടെയും ഒക്കെ പടം വെച്ചിട്ട് അക്ഷരങ്ങൾ, അതായിരിക്കുമല്ലോ ആദ്യം നമ്മുടെ കയ്യിൽ വന്ന പുസ്തകം. ആ പുസ്തകം മുതൽ ഇന്ന് നിങ്ങൾ എന്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. വലിയ വെട്ടുകലിനേക്കാൾ വലിപ്പമുള്ള പുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്കുകൾ, കരിക്കുലം അനുസരിച്ച് യൂണിവേഴ്സിറ്റികൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ള, അനുവദിച്ചിട്ടുള്ള ഭയങ്കര പുസ്തകങ്ങൾ, ആയിരക്കണക്കിന് രൂപയുടെ വിലയുള്ളത്. ആ പുസ്തകങ്ങൾ നമ്മളെ ജ്ഞാനിയാക്കി. ആ പുസ്തകങ്ങൾ നമ്മളെ വലിയവരാക്കി. ആ പുസ്തകങ്ങൾ നമുക്ക് അഡ്രസ്സുള്ളവരാക്കി. ആ പുസ്തകങ്ങൾ നമ്മളെ ഡോക്ടറാക്കി, എൻജിനീയറാക്കി, ആരാക്കിയ നേഴ്സോ ആരും ആകട്ടെ, ആ പുസ്തകങ്ങളാണ് നമ്മളെ ഇന്ന് നമ്മൾ കാണുന്ന നിലവാരത്തിലേക്ക് ആക്കിയത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇന്ന് ടെക്സ്റ്റ് ബുക്കുകളായിട്ട് വലിയ പ്രിൻ്റ് ചെയ്ത് അലമാരിയിൽ വയ്ക്കുന്ന സംഭവങ്ങൾ കാലിയായിക്കൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ തലമുറയിലും ടെക്സ്റ്റ് പുസ്തകങ്ങളുണ്ടല്ലോ, പഠിക്കാനുള്ള പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളാണ് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നെത്തിച്ചത്. ആ പുസ്തകങ്ങളോട് നന്ദിയുണ്ടോ എന്നറിയില്ല. നമ്മൾ ആ പുസ്തകങ്ങൾ തിരിഞ്ഞു നോക്കാറുണ്ടോ എന്ന് പോലും അറിയില്ല. ജീവനുള്ളതൊന്നുമല്ല, കടപ്പാട് എന്നൊക്കെ പറയാൻ പറ്റും. എങ്കിലും ആ പുസ്തകങ്ങൾ നമ്മളെ എന്തോരും ഈ മാർക്കൊക്കെ തരാൻ സഹായിച്ചത്, നമ്മളെ ഇന്ന് നമ്മുടെ പേരിൻ്റെ കൂടെ ചേർക്കുന്ന ആ പദവി ഉണ്ടല്ലോ, ആ പദവി സമ്മാനിച്ചത് ആ പുസ്തകങ്ങളെ മറക്കരുത്. ഇതുപോലെ
എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നിന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളായി മാറിയാൽ അവർ രക്ഷപ്പെടില്ലേ? ഞാൻ ചിന്തിച്ചതുപോലെ നിങ്ങൾ ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അലമാരിയിലിരിക്കുന്ന ആ നിങ്ങളെ പഠിപ്പിച്ച പുസ്തകം, നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചത്, അതിനകത്തുനിന്ന് ക്വസ്റ്റ്യനൊക്കെ വന്നത്, അതിനകത്ത് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചത്, അതുപോലത്തെ പുസ്തകമാകാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? കാശ് കൊടുത്താൽ നിങ്ങളുടെ പിള്ളേർക്ക് പുസ്തകം മേടിച്ചു കൊടുക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒരു പാഠപുസ്തകമാകാൻ പറ്റുമോ? എപ്പപ്രാസിനെ പോലെ അവർ പഠിക്കട്ടെ നമ്മളെ കണ്ട്, നമ്മളിൽ നിന്ന്. ഇങ്ങനെ പൗലോസ് പറഞ്ഞത്, ഈ ലോകത്തിൽ ജനിച്ചു വളർന്നതിൽ ചിലരിൽ നിന്ന് മാത്രമേ ആളുകൾക്ക് പഠിക്കാനുള്ളൂ. ഞാൻ ബൈബിൾ മുഴുവൻ പരിശോധിച്ചു. ഇങ്ങനെ കണ്ടിരിക്കുന്ന ചിലരിൽ നിന്ന്, അതേ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് പൗലോസ് എന്നോട് പഠിച്ചു എന്ന്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നോട് പഠിച്ച് എന്ന്. അപ്പോൾ ഈ ലോകത്തിൽ ഒരുപാട് പേര് ന്യൂസ് പേപ്പർ പോലെ, ചിലർ ന്യൂസ് പേപ്പർ പോലും അല്ല, വെറുതെ ഞാൻ പറയുന്നില്ല, പോട്ടെ, ഒന്നും വായിക്കാനുമില്ല, ഒന്നുമില്ല, വെറുതെയാണ് ജീവിതം. എന്നാൽ ചിലർ അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളാണ്. അവരാണ് മറ്റുള്ളവരെ ധന്യരാക്കുന്നത്, വലിയവരാക്കുന്നത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാകാമോ? നിങ്ങളിൽ നിന്ന് പലതും പഠിച്ച് മറ്റുള്ളവർ വളരട്ടെ, അവർ ഉന്നതരാകട്ടെ, അവർ ആത്മീകത്തിലും ഈ ലോകത്തിലുമൊക്കെ വലിയവരാകട്ടെ. നമുക്ക് പാഠപുസ്തകങ്ങളാകാം, വായിക്കാനും പഠിക്കാനും ഉള്ളവരാകാം. നമുക്കതിനായി സമർപ്പിക്കാം. ഇന്നത്തെ ചിന്ത പെട്ടെന്നൊരു വിടുതലുണ്ടാകുന്നതായിരിക്കുകയല്ല, പക്ഷേ നമുക്കാകാൻ പറ്റുമെങ്കിൽ നമ്മളെ മറ്റുള്ളവർ മാനിക്കുന്ന രീതിയിലാക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എപ്പപ്രാസിനെ പോലെ എന്നിൽ നിന്നും മറ്റുള്ളവർ പഠിക്കട്ടെ. കൊരിന്ത്യരിൽ പൗലോസ് എഴുതിയതുപോലെ എന്നെ പലരും വായിച്ച് സ്വർഗത്തിലുള്ള കാര്യങ്ങൾ അറിയട്ടെ. അങ്ങനെ ഒന്നുകിൽ നിങ്ങളെ വായിച്ച് നിത്യതയെക്കുറിച്ച് പല കാര്യങ്ങളും അറിയണം, ആത്മീയത്തെക്കുറിച്ച് അറിയണം. അതിനുമപ്പുറം നിങ്ങളിൽ നിന്ന് പലരും പഠിക്കണം. നമുക്കൊന്നുകിൽ പത്രവും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കും ചിന്തിച്ചോളണം. വായിക്കാനും പഠിക്കാനും ഉള്ളവരായി ജീവിക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ ഗ്രഹിച്ചത്, ഞങ്ങൾ മനസ്സിലാക്കിയത് ദൈവമക്കളുമായി പങ്കുവെച്ചു. പരിശുദ്ധാത്മാവാണ് ഈ ചിന്തകളൊക്കെ തരുന്നതെന്നറിയാപ്പ. കർത്താവപ്പച്ചാ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എപ്പപ്രാസിനെ പോലെ ഞങ്ങൾ മറ്റുള്ളവർക്ക് ടെക്സ്റ്റ് ബുക്കാകട്ടെ, അതിന് സമർപ്പിക്കുന്നു. അവരെ ഒത്തിരി പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റട്ടെ, അവർ ഞങ്ങളിൽ നിന്ന് പഠിക്കട്ടെ. കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ അനേകർ വായിക്കുന്ന ക്രിസ്തുവിൻ്റെ പത്രമാകട്ടെ. ദൈവം അത് ചെയ്യണം. ഇത് ഗ്രഹിച്ച് ചിലർ അങ്ങനെ ആകണം. ദൈവം മാനിക്കുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.